രാജ്മോഹൻ ഉണ്ണിത്താൻ MP നമ്മോടൊപ്പം ടെലിഫോണിലാണ്. ശ്രീ രാജ്മോഹൻ ഉണ്ണിത്താൻ, ഈ പ്രശ്നം താങ്കളുടെ ശ്രദ്ധയിലുള്ള പ്രധാനപ്പെട്ട പ്രശ്നങ്ങളിൽ ഒന്നാണോ? അതിനകത്ത് ഇപ്പൊ എന്താണ് ചെയ്യാൻ കഴിയുക? അല്ല, ഉത്തര മലബാറിലെ യാത്രാ ക്ലേശം നമ്മുടെ മുമ്പിലുള്ള പ്രഥമ പരിഗണന അർഹിക്കുന്ന ഒരു വിഷയം തന്നെയാണ്. അതിന് യാതൊരു തർക്കവുമില്ല. വൈകുന്നേരം 6 മണിക്ക് പരശുരാം വിട്ടു കഴിഞ്ഞാൽ പിന്നെ ലോകമാന്യ തിലക് എക്സ്പ്രസ് ആണ്. 6 മണിക്കാണ് അത് കോഴിക്കോട് വിടുന്നത്. അതിനുശേഷം പിന്നെ ഉത്തര മലബാറിലേക്ക് യാതൊരു വിധമായ ട്രെയിനുകളും ഇല്ല എന്നുള്ളതാണ് സത്യം. യാത്രാ ക്ലേശം വളരെ വലുതാണ്. 6 മണിക്ക് ശേഷം വളരെ വലുതാണ്. പിന്നെ ഒരു ട്രെയിൻ ഇപ്പൊ അനുവദിച്ചിരിക്കുന്നത് വന്ദേ ഭാരതാണ്. വന്ദേ ഭാരത് കോഴിക്കോട് വിട്ടാൽ പിന്നെ കണ്ണൂർ വിട്ടാൽ പിന്നെ കാസർഗോഡ്, അത് കഴിഞ്ഞാൽ മംഗലാപുരത്തേക്കാണ്. അപ്പൊ വഴിയിലെല്ലാം ഇപ്പൊ ഇന്നലെ ഒരു പുതിയ ട്രെയിൻ ഇൻട്രൊഡ്യൂസ് ചെയ്തു. ഞാൻ ഇന്നലെ അശ്വിനി വൈഷ്ണവിനെ നേരിട്ട് പോയി കണ്ടിട്ട് ഈ ഷൊർണൂര് ട്രെയിൻ ഇപ്പൊ കണ്ണൂർ വരെയാണ് അനുവദിച്ചിരിക്കുന്നത്, ഷട്ടിൽ ട്രെയിൻ. ആ ട്രെയിൻ പിന്നെ കാസർഗോഡ് വരെ നീട്ടുകയോ അല്ലെങ്കിൽ മംഗലാപുരം വരെ നീട്ടുകയോ ചെയ്യണമെന്ന് പറഞ്ഞു. അതിനിപ്പോ ഇതിപ്പോ എല്ലാവിധമായ സംവിധാനങ്ങളും ഇപ്പൊ കാസർഗോഡ് രാത്രിയിൽ ട്രെയിൻ വന്നാൽ അതിനവിടെ പാർക്ക് ചെയ്യാനുള്ള സംവിധാനമുണ്ട്. കാരണം വന്ദേ ഭാരത് ട്രെയിൻ അവിടെ പാർക്ക് ചെയ്യുന്നു. അവിടെ ഫ്യുവലിങ്ങിനും അതുപോലെ തന്നെ വാട്ടറിങ്ങിനും ഉള്ള എല്ലാ സംവിധാനവും ഏർപ്പെടുത്തി. ഇപ്പൊ രാത്രിയിൽ വന്ദേ ഭാരത് അവിടെ സ്റ്റേ ചെയ്യുന്നില്ല, നേരെ മംഗലാപുരത്ത് പോയി അവിടെയാണ് സ്റ്റേ ചെയ്യുന്നത്. അതുകൊണ്ട് ഈ ട്രെയിൻ ഷട്ടിൽ ട്രെയിനാണ് നമുക്ക് ഏറ്റവും കൂടുതൽ ആവശ്യമായി വരുന്നത്. കാരണം എല്ലാ സ്റ്റേഷനുകളിലും നിർത്തുന്ന ഒരു അൺറിസർവ്ഡ് പാസഞ്ചർ ട്രെയിനാണ് ഇപ്പോൾ ഷൊർണൂർ ടു കണ്ണൂർ ആരംഭിച്ചിരിക്കുന്നത്. അത് ഇന്നലെ കാര്യകാരണ സഹിതം അശ്വിനി വൈഷ്ണവിനെ ഞാൻ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. അദ്ദേഹം അത് വളരെ ഗൗരവമായി പരിഗണിക്കാമെന്നും ആ ട്രെയിൻ കാസർഗോട്ടേക്ക് നീട്ടുന്ന കാര്യം അദ്ദേഹത്തിന്റെ സജീവ പരിഗണനയിൽ പെടുത്താമെന്നും അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഇന്നലെ മന്ത്രി നേരിട്ടൊരു പരാതി പറഞ്ഞത് ഈ കേരളത്തിലെ മാധ്യമങ്ങൾ അതുപോലെ തന്നെ സോഷ്യൽ മീഡിയ, എസ്പെഷ്യലി കോൺഗ്രസ് ഗ്രൂപ്പൊക്കെ അദ്ദേഹത്തെ വ്യക്തിപരമായി ആക്ഷേപിച്ചുകൊണ്ട് ഒരുപാട് പോസ്റ്റ് നടത്തുന്നുണ്ട്. ആ പോസ്റ്റ് എല്ലാം അദ്ദേഹം എടുത്ത് തന്നെ കാണിച്ചു. അദ്ദേഹം പറഞ്ഞു, വ്യക്തിപരമായി നിങ്ങൾ എന്നെ ടാർഗറ്റ് ചെയ്യുന്നത് ശരിയല്ല, പൊളിറ്റിക്കലായി ടാർഗറ്റ് ചെയ്താൽ മനസ്സിലാക്കാം. ഒരു മന്ത്രിയെ മാത്രം വളഞ്ഞിട്ട് ഇങ്ങനെ ആക്രമിക്കുന്നത്. അപ്പൊ നിങ്ങളെപ്പോലുള്ള MP-മാർ വരുന്നു, നിങ്ങളോരോ ആവശ്യങ്ങൾ പറയുന്നു, ഞങ്ങളത് സാധിച്ചു തരുന്നു, എന്നിട്ടും ഇത്തരം സോഷ്യൽ മീഡിയ ആക്രമണം നടക്കുകയാണെങ്കിൽ പിന്നെ ഞങ്ങളതൊക്കെ ഗൗരവമായി ചിന്തിക്കേണ്ടി വരുമെന്നാണ് അശ്വിനി വൈഷ്ണവ് പറഞ്ഞത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇപ്പൊ പരശുരാം എക്സ്പ്രസ് കന്യാകുമാരി വരെ നീട്ടുന്നുണ്ട്. അത് നീട്ടുന്നതിന്റെ റീഷെഡ്യൂൾ ടൈമിംഗ് വന്നിട്ടില്ല. അത് വരുമ്പോ ചിലപ്പോ ആ ട്രെയിന് ഇപ്പൊ തന്നെ അത് 1 മണിക്കൂറിലും കോഴിക്കോട്ട് വന്ന് വെയിറ്റ് ചെയ്യാണ്. അപ്പൊ ആ 1 മണിക്കൂറിലെ മേക്കപ്പ് വരുന്നുള്ളു. ആ ട്രെയിൻ ഒരു 6:30-7 മണിക്ക് കോഴിക്കോട്ട് അല്ലെങ്കിൽ 6:30 മണിക്ക് കോഴിക്കോട്ട് വന്നാൽ കുറെ യാത്രാ ക്ലേശം പരശുരാം വരുന്നതോടുകൂടി ഒരു ടൈമിന്റെ റീഷെഡ്യൂൾ വരുന്നതോടുകൂടി പരിഹരിക്കപ്പെടും. അതുപോലെ തന്നെ ഷൊർണൂർ കണ്ണൂർ പാസഞ്ചർ ട്രെയിൻ അങ്ങോട്ട് നീട്ടിക്കഴിഞ്ഞാൽ അത് പരിഹരിക്കും. അതുപോലെ തന്നെ ഈ വൈകിട്ടത്തെ മാവേലി എക്സ്പ്രസ് മംഗലാപുരത്ത് നിന്ന് തിരിക്കുമ്പോൾ അതിന്റെ തൊട്ടു മുമ്പിലാണ് ഈ ഷട്ടിൽ ട്രെയിൻ തിരിക്കുന്നത്. അപ്പൊ ഷട്ടിൽ ട്രെയിൻ വഴിനീളെ പിടിച്ചിടുകയാണ്. അപ്പൊ ഷട്ടിൽ ട്രെയിനിലാണ് ഏറ്റവും കൂടുതൽ ആളുകൾ യാത്ര ചെയ്യുന്നത്. അത് പിന്നെ കാഞ്ഞങ്ങാട്ട് പിടിച്ചിടും, അല്ലെങ്കിൽ ഈ ട്രെയിന് പോകാൻ വേണ്ടി നീലേശ്വരത്ത് പിടിച്ചിടുന്നുണ്ട്, ചെറുവത്തൂർ ചുരുക്കി പറഞ്ഞാൽ ഈ ട്രെയിൻ കണ്ണൂർ എത്തുമ്പോഴത്തേക്ക് രാത്രിയിലെ ഒരു 2ാം യാമത്തിലേക്ക് കടക്കുന്നു. അങ്ങനെ ഒരുപാട് ബുദ്ധിമുട്ടുകൾ. അൺറിസർവ്ഡ് കോച്ച് പരശുരാമി കുറവാണ്, അതുപോലെ തന്നെ മാവേലി എക്സ്പ്രസ് കുറവാണ്. അപ്പൊ ഈ യാത്രാ ക്ലേശങ്ങൾ ഇപ്പോ പാർലമെന്റ് നമ്മൾ സത്യപ്രതിജ്ഞ ചെയ്തത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം 24-ാം തീയതിയാണ്. കഴിഞ്ഞ 5 ദിവസമായി പാർലമെന്റ് നടപടിക്രമങ്ങളിലൊന്നും ഇത് വന്നു. എന്നിട്ട് പോലും ഇന്നലെ 5 പ്രാവശ്യമാണ് അശ്വിനി വൈഷ്ണവിനെ കാണാൻ ഞാൻ അപ്പോയിന്റ്മെന്റ് വാങ്ങിച്ചത്. 5 പ്രാവശ്യം ഓരോരോ കാരണങ്ങൾ പറഞ്ഞ് ഞാൻ നീട്ടിക്കൊണ്ടുപോയി. ഇന്നലെ അദ്ദേഹം പിന്നെ പ്രധാനമന്ത്രിയുടെ പ്രസംഗം ആരംഭിക്കുന്നതിന് മുമ്പ് എന്നെ വിളിക്കുകയും അവിടെ ഓഫീസിലെല്ലാം പറയുകയും ചെയ്തിട്ടുന്നതിന്റെ അടിസ്ഥാനത്തിൽ ഈ കാര്യങ്ങൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് അദ്ദേഹവുമായി സംസാരിച്ചിട്ടുണ്ട്. നമുക്കിപ്പോ MP-മാരെല്ലാവരും കൂടെ കൂട്ടായിട്ട് ഇത്തരം കാര്യങ്ങൾ ഉത്തര മലബാറിന്റെ യാത്രാ ക്ലേശം പരിഹരിക്കാൻ ഇപ്പൊ നമ്മുടെ അവിടെ ഒരുപാട് പാസഞ്ചേഴ്സ് അസോസിയേഷൻ ഉണ്ട്, ഒരുപാട് മാധ്യമങ്ങളുണ്ട്. അവരൊക്കെ ഞങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരുന്ന എല്ലാ പ്രശ്നങ്ങളും രേഖാമൂലം മന്ത്രിയെ പോയി കാണുകയും അതുപോലെ തന്നെ ചെന്നൈയിലെ ജനറൽ മാനേജരെയും അതുപോലെ പാലക്കാട് ഡിവിഷൻ മാനേജരെ എല്ലാം ഈ കത്തിന്റെ കോപ്പികളെല്ലാം അവർക്കും അയച്ചു കൊടുത്ത് അവരെ നിരന്തരമായി നമ്മൾ ടെലിഫോണിൽ ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ബന്ധപ്പെടുന്നതിന്റെ അടിസ്ഥാനത്തിലാണ് ഓരോരോ കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നത്. ഇപ്പൊ മാധ്യമങ്ങൾ കുറെ കാര്യങ്ങൾ പുറത്തു കൊണ്ടുവരുന്നു, അതുപോലെ തന്നെ പാസഞ്ചേഴ്സ് അസോസിയേഷൻ അവർ കൊണ്ടുവരുന്ന മാധ്യമങ്ങളിൽ മാത്രം തങ്ങി നിൽക്കുന്ന കാര്യമാണ്. അത് ടേക്കപ്പ് ചെയ്യണമെങ്കിൽ MP-മാർ വേണം ടേക്കപ്പ് ചെയ്യാൻ. അത് ഞാൻ ചോദിക്കുന്നത് അശ്വിനി വൈഷ്ണവ് ഈ കാര്യത്തിൽ എന്തായാലും ഇടപെടാമെന്നൊരു ഉറപ്പ് നൽകിയിട്ടുണ്ടോ MP?
തീർച്ചയായിട്ടും അദ്ദേഹം ഇന്നലെ അദ്ദേഹം പറഞ്ഞു, എന്നെ വല്ലാതെ വേദനിപ്പിക്കുന്നു നിങ്ങളുടെ കേരളത്തിലെ സോഷ്യൽ മീഡിയ എന്നെ വ്യക്തിപരമായി ഞാൻ പറഞ്ഞു ഞാനത് പരിശോധിക്കാം, KPCC പ്രസിഡന്റുമായിട്ട് ഞാൻ സംസാരിക്കാം, അതുപോലെ ഉത്തരവാദിത്തപ്പെട്ടവർ സംസാരിക്കാം. അങ്ങനെ നിങ്ങളെ വ്യക്തിപരമായി ടാർഗറ്റ് ചെയ്യേണ്ട ഒരു കാര്യവും ഞങ്ങൾക്കില്ല. പക്ഷേ മലബാറിലെ യാത്രാ ക്ലേശത്തിനും അതുപോലെ തന്നെ ഈ കേരളത്തിലെ ട്രെയിനുകൾക്ക് ഏതെങ്കിലും ഒരു പുതിയ ട്രെയിൻ ആരംഭിക്കുമ്പോൾ ആ ട്രെയിനിന്റെ പഴയ കോച്ചുകളാണ് നിങ്ങൾ കേരളത്തിലേക്ക് വിടുന്നത്. അതിൽ കേരളത്തിലെ ജനങ്ങൾക്ക് വലിയ പ്രതിഷേധമുണ്ട്, അവർക്ക് ഉത്കണ്ഠയുണ്ട്, ആകാംക്ഷയുണ്ട്. അതൊക്കെ അവർ ജനപ്രതിനിധികളായി ഞങ്ങളോടാണ് പറയുന്നത്. അപ്പൊ ഞങ്ങൾ ഇതൊന്നും ചെയ്യുന്നില്ലെന്നാണ് അവർ ധരിച്ചു വെച്ചേക്കുന്നത്. ഞങ്ങൾ നിങ്ങളെ വന്ന് കാണുന്നു, നിങ്ങളോട് കാര്യങ്ങൾ അവതരിപ്പിക്കുന്നു, നിങ്ങളാണ് ഇതൊക്കെ ചെയ്തു തരേണ്ട ആളുകൾ. അതുകൊണ്ട് സ്വാഭാവികമായി ജനപ്രതിനിധികൾ നിങ്ങളുടെ മുമ്പിൽ കൊണ്ടുവരുന്ന വിഷയങ്ങൾ വളരെ ഗൗരവമുള്ളതാണ്. അത് ജനങ്ങളുടെ പ്രശ്നങ്ങളാണെന്ന് മനസ്സിലാക്കി അതിനൊക്കെ പരിഹാരം കാണാൻ നിങ്ങൾ ശ്രമിക്കുന്നത് നിങ്ങളുടെ ഗവൺമെന്റിന്റെ പ്രതിച്ഛായ വർദ്ധിക്കുകയും അതുപോലെ തന്നെ എംപിമാർക്ക് അവിടെ പിടിച്ചു നിൽക്കാൻ ഉതകുകയും ചെയ്യുന്ന ഒരു സമീപനം നിങ്ങളുടെ ഭാഗത്ത്. എന്തായാലും താങ്ക് യു MP അശ്വിനി വൈഷ്ണവ് കേന്ദ്ര റെയിൽ കാര്യ മന്ത്രിയുമായിട്ട് സംസാരിച്ചു ഇന്നലെ എന്നാണ് കാസർകോട്ട് MP ശ്രീ രാജ്മോഹൻ ഉണ്ണിത്താൻ അറിയിക്കുന്നത്.